എത്തിയിരിക്കുന്നത്. മുത്തശ്ശീനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ ഈ സോയാബീൻ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, സോയാബീൻ വെച്ചിട്ട് എന്തെങ്കിലും എപ്പോഴും കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനമല്ല, നമ്മൾ നോർമലി കഴിക്കാത്തതായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ചിലപ്പോൾ ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കാം. എൻ്റെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ എവിടെ പോയേ, ഏതോ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. വേറെ ആരോ കഴിക്കണ കണ്ടു, എൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ടീമായിട്ട് പോയപ്പോൾ വേറെ ആരോ കഴിക്കണം കണ്ടു കഴിയുമ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. വെജ് ഹോട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു വെജ് ഹോട്ടലിൽ ഇത്രയും വെറൈറ്റി റെസിപ്പികളൊക്കെ ഉണ്ട് എന്നുള്ളത്. ശരിക്കും വെജിറ്റേറിയൻസിന് കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും പറയണ്ട, നിങ്ങൾ ഞങ്ങളെ എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നവരല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സോയാബീൻ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇട്ടു കേട്ടോ. ഇനി നമ്മളിതിൽ നോർമലി സോയാബീൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുക്കില്ലേ, നമ്മളൊന്ന് ഒരു ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ 2-3 തവണ പച്ചവെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുക്കില്ലേ, ആ രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ സോയാബീനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല വെള്ളം വരുന്ന ടാപ്പാണ് കേട്ടോ, ചൂട് വെള്ളമായിരിക്കും. നമുക്ക് നാളെ പെട്ടെന്ന് തന്നെ സവോളയും തക്കാളിയും അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് സമയം പോണതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ വെക്കാൻ ഫോണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ. നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാം. ഏത് പാട്ടാ പാടാ അറിയോ? ഏതാ പാടാ? ആരോ വിരൽ നീട്ടി പാടാം കേട്ടോ. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിലേതോ മിഴിനീരിൻ ശ്രുതി നീട്ടുന്നു മോകം. ഇപ്പൊ വരും ഇപ്പൊ മിഴിനീര് വരുന്ന പറഞ്ഞത് കണ്ണുനീര് വരുന്ന കേട്ടോ ഉദ്ദേശിച്ചായി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാട്ട് പാടുന്നത് ഇഷ്ടമാണെങ്കിൽ ഞാൻ നല്ല നല്ല പാട്ടുകൾ ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ പാടാട്ടോ. ഒരു രസമല്ലേ പാട്ട്. ഞാൻ പഠിച്ചത് ഒരു 3-ാം വയസ്സ് തൊട്ട്. ഞാൻ പ്ലേറ്റ് എടുത്തോണ്ടിട്ട് കേട്ടോ, മറന്നുപോയി. ഞാൻ എന്താ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്കി പാടാം. നമുക്ക് ബോറടിക്കണ്ടല്ലോ, അതുകൊണ്ടാട്ടോ. ഇത് ചുമ്മാ സവാളയും തക്കാളിയും നമ്മൾ അരിഞ്ഞു വെക്കുക, അത്രേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കി വെക്കുക. വെണ്ണിലാവ് പോലും നിനക്കിന്നേരിയം വേനലായി വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പടന്നു മുറിവേറ്റു പാടുമൊരു പാവം പോവൽ കിളിയായി നീ. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിലേതോ നീരിൻ ശ്രുതി നീട്ടുന്നു മോകം. ഇതിൻ്റെ മ്യൂസിക് ബാക്കി നല്ല രസമാണ് കേൾക്കാൻ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോയാബീൻ റോസ്റ്റ്. ഇതിൽ നമുക്ക് വേറെ റെഡ് കളറിലല്ല ഇത് വരിക കേട്ടോ. ഇത് നോർമലി നമ്മൾ ഈ ഒരു ചില നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ആ രീതിയിലാണ്.
കണ്ടോ അവസ്ഥ, തുളുമ്പി തുളുമ്പി പോകുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയൊരു പാത്രം എടുക്കായിരുന്നു എന്ന്. കാരണം ഞാനിതിൽ ഫുള്ളായിട്ട് നിറച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അതൊന്ന് 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ബാക്കി തക്കാളിയില്ലേ, തക്കാളിയും സവോളയൊക്കെ അരിഞ്ഞു വെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ സോയാബീൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. വെള്ളം പിടിക്കാൻ കാണിക്കുന്ന ഒരു സൂത്രാട്ടത് ഈ രീതിയിൽ കാണിക്കും. അപ്പോൾ സുഖം ഇങ്ങനെ പിഴിഞ്ഞ് അതാ ഈ ഒരു സോയാബീൻ മുഴുവനായിട്ട് ഇങ്ങനെ. അമ്മേനെ പ്രിയമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പ്രിയമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളാണ്, എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർ നീലേശ്വരം അല്ല, അവർ കണ്ണൂർ പിലാത്തറയാണ് അവരുടെ വേലി കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലിങ്ങനെ ഓരോന്ന് ഫോണിലിങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു ഫോൺ വന്നു. ഇങ്ങനെ കലപിലയായിപ്പോയി. സവോളയും തക്കാളിയൊക്കെ ഞാൻ നേരത്തെ കൂട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലേ മാളുവോ? അതെ, മാളുവാണ് വീഡിയോന്റെ പുറകിലിരിക്കുന്ന ഗേൾ. ഇത് വേഗം വേഗം പണി തീരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാറിയോ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഇതൊന്നും ഇപ്പൊ തീരില്ല. ഒന്നും ഒരു ഇടിച്ച പോലെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇടിക്കാനൊക്കെ ഉള്ള കെൽപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരെ കൊട്ടി കൊടുക്കാം. കണ്ടോ, കൊട്ടി കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ കൈയോടെ തുടയ്ക്കണം. തുടയ്ക്കാൻ തുണി അമ്മ എവിടെ കൊണ്ട് വെച്ചു? ഇല്ല, അമ്മ കൊണ്ട് വെച്ചിട്ടില്ല. കിട്ടി തുടയ്ക്കണ തുണി. ഇത് നല്ല സുഖാട്ടോ ക്ലീൻ ചെയ്ത് തുടയ്ക്കാനൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാം. അങ്ങനോ ഇനി വരുമ്പോഴാണ്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിക്കാനുണ്ട്. കുരുമുളകും അതുപോലെ തന്നെ പെരുംജീരകവും സാദാ ജീരകവും, ഇത് 3 മതി കേട്ടോ. അങ്ങനെ ഗ്യാസ് കത്തിച്ചു. അതിലേക്ക് ഒരു കുഞ്ഞി കരണ്ടി വെച്ചു. ഇത് നോൺ സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണയൊന്നും ഒഴിക്കാറൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ടത് പെരുംജീരകമാണ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ സാദാ ജീരകം കേട്ടോ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് സ്പൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇത് ഇങ്ങോട്ട് താഴത്തേക്ക് വീണു കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടായില്ല. എന്നാലും ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഫോൺ ഒരു കയ്യിൽ ഷൂട്ട് ചെയ്യാനുള്ള ഉപാധികളുമായതുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള എന്താണെന്ന് പറയുക, ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതും കൂടെ ആയതുകൊണ്ട് എനിക്ക് കൺട്രോൾ കിട്ടണില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് പുട്ടിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കില്ലേ, നമ്മൾ നോർമൽ കൂട്ടാനുണ്ടാവും, അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് വേറൊരു ഡിഷ് എന്നുള്ള രീതിയിൽ കഴിക്കില്ലേ, അങ്ങനെയൊക്കെ കഴിക്കാനാണ് ദി ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ നമ്മളുടെ വെജ് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ കേർഡ് റൈസ്, ലെമൺ റൈസ്, ഇതിൻ്റെയൊക്കെ കൂടെ കുറച്ചും കൂടെ ഒരു സ്പൈസായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇടാം, അപ്പോൾ അതിൽ ലിങ്ക് കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത് മമ്മി വാങ്ങിച്ചത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ സൂപ്പർ സംഭവമാണ് കേട്ടോ. സ്റ്റീലിലൊന്നുമില്ലേ,
നമ്മൾ സാധാരണ വര വീഴില്ലേ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന ടൈമിൽ അതിലിങ്ങനെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതും കൊണ്ട് നമ്മൾ എന്താ പറയുക, പാത്രം മൂറുന്ന സമയത്ത്, പാത്രം കഴുകുന്ന സമയത്ത് ഒന്നും ആവണില്ല. ഞാൻ എന്നിട്ട് അത്ഭുതപ്പെട്ടു, ഇതെന്താ നല്ലൊരു സംഭവമാണല്ലോ എന്ന്. അതിനിടയിൽ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ നമ്മൾ. പിന്നെ നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചു. ഇത് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിച്ചത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ആരും ചോദിച്ച് ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത്, വേറെ ഒന്നുമല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒരു മൂപ്പാവുന്ന സമയത്ത് നമ്മൾ സവോള അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സവോള അരിഞ്ഞത് ഇട്ടിട്ട് അപ്പം തന്നെ തക്കാളി ഇടണില്ല. സവോള അരിഞ്ഞത് ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിയില്ലേ, നമ്മുടെ ഇഞ്ചിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചിയും സവോളയും നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ഒരു ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ഇനി അത് താല്പര്യമില്ലാത്തവർ കഴിക്കണമെന്നില്ല, അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ 2 രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ രണ്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇട്ടാലും വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇപ്പോൾ കയ്യോടെ തന്നെ ഇട്ടത്. അതിനൊരു കറുപ്പ് നിറം വരാൻ കാരണം എന്താ അറിയോ, ഞാൻ നേരത്തെ നമ്മൾ ഒക്കെ പൊടിച്ച് വെച്ചില്ലേ, നമ്മൾ ചൂടാക്കി വെച്ചില്ലേ, ആ ചൂടാക്കി ഞാൻ പൊടിച്ചു ഒരു മിക്സിയിൽ. അതിൽ തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ട് ക്രഷ് ചെയ്തു. ഒരുമിച്ചല്ല, പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അതിൽ വെളുത്തുള്ളി ഇട്ടിട്ട് ക്രഷ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പിൽ കൂടുതൽ ഉപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ, കാരണം എന്നാലേ സോയാബീനിലേക്ക് എനിക്ക് പിടിക്കണത് ആ ഒരു സുഖം കിട്ടുള്ളൂ. അല്ലെങ്കിൽ സോയാബീൻ ഇട്ടതിന് ശേഷം, സോയാബീൻ എന്ന് പറഞ്ഞാൽ സോയാ ചങ്ക്സ് ആട്ടോ ഉദ്ദേശിച്ചത്, സോയാ ചങ്ക്സ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഉപ്പ് ഇടുന്ന സമയത്താവുമ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു സംഭവം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സവോളയിൽ തന്നെ ഞാൻ അത്യാവശ്യം ഉപ്പ് ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വഴറ്റി വരുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ വഴറ്റി വരും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, നമ്മൾ കുറച്ചൊരു വെള്ളം പോലെ നിൽക്കുമ്പോൾ സോയാബീനിലേക്ക് പെട്ടെന്ന് തന്നെ കയറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യാറുള്ളത്. ഇനി നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ തക്കാളിക്കുട്ടനെ കൊട്ടിക്കൊടുക്കാം. തക്കാളിക്കുട്ടനെ ഇടുകയാണ് കേട്ടോ. ഇവിടെ തക്കാളി പച്ചക്കൊക്കെ കഴിക്കാൻ കുഞ്ഞാവയ്ക്ക് എനിക്കൊക്കെ പച്ചക്ക്, ഇതിനിടയിൽ എന്താ ക്യാമറ ഓടി കളിക്കുക അല്ല, കുഞ്ഞാവയ്ക്ക് എനിക്കൊക്കെ പച്ചക്ക് ഈ ഒരു തക്കാളി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണല്ലോ തക്കാളി, ഒരു സാലഡ് രൂപത്തിൽ കഴിക്കണേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം. കാശ്മീരി മുളക് വേണം എന്നില്ല കേട്ടോ. ഇതിൽ നമ്മളൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ട് പെപ്പറാണ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് എത്രത്തോളം പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ എത്രത്തോളം പെപ്പർ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം ഇടാം. ഇതിന് ഇന്ന കണക്കൊന്നുമില്ല കേട്ടോ, കാരണം ഭയങ്കര ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ളൊരു പെപ്പർ മസാലയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഇങ്ങനെ ഡബ് ചെയ്യണ സമയത്ത് ഏതൊരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ആ ചേച്ചി പറഞ്ഞത് സത്യമാണ്. ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര എന്നുള്ള വാക്ക് അമ്മവും കഴിയണത് ഒഴിവാക്കണം കേട്ടോ എന്നുള്ള രീതിയിൽ. അതൊരു പേടിപ്പെടുത്തുന്ന ഒരു ഭയാനക രീതിയാണല്ലോ സംഭവം. ശരിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സംസാരിച്ച് വളർന്ന ശീലം അതായതുകൊണ്ട് ഭയങ്കര എന്നുള്ളൊരു സംഭവം വരികയാണ്. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും തോന്നരുത്. ഞാൻ മാക്സിമം കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് അല്ലെങ്കിൽ നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് പറയുക. മറ്റേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ സ്പൈസസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം തരിതരി പൊടി ആവരുത്, അതാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. നമ്മൾ തക്കാളിയും ഉള്ളിയുടെയൊക്കെ പരുവം കണ്ടില്ലേ, നല്ല കുഴഞ്ഞ് ആ രീതിയിലാവുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ. പക്ഷേ ഇതിന് ഈ ഒരു റോ ടേസ്റ്റ്, ഈ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ മറ്റേതൊക്കെ കുറച്ചാൽ മാത്രമേ നമ്മൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുള്ളൂ. ഞാൻ ഇതിൽ പെരുംജീരകം ഇടാതെ വെറും ജീരകം വെച്ചിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമായി. ഇപ്പോഴും കണ്ടോ ഭയങ്കര എന്ന് വന്നത്, സോറി കേട്ടോ ചേച്ചി, ഇത് കാണുമ്പോൾ ഞാൻ മാക്സിമം കുറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളുടെ സോയാബീൻ ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടില്ലേ, സോയാ ചങ്ക്സ്, യെസ്, അത് പിഴിഞ്ഞ് മാറ്റി വെച്ചത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്.
ഇനി നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡ്രൈ റോസ്റ്റ് പരുവൊന്നും മാറിപ്പോവില്ലേ. ഇത് നമുക്കെപ്പോഴേ ഞാൻ പറയാം, നമ്മളിപ്പോൾ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകില്ലേ, ലഞ്ച് ബോക്സൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ശരിക്കും ചോയാ ചങ്ക്സ് എന്നൊക്കെ ആയിപ്പോയി ഞാൻ പറഞ്ഞിട്ട്. സോയാ ചങ്ക്സ് ശരിക്കും കുട്ടികൾക്ക് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നല്ലേ നമ്മൾ പറയുക. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കണതിന് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തൈറോയിഡിനൊന്നും ഒരിക്കലും ഇത് കഴിക്കരുത് എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം നോർമലി എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ സോയാ ചങ്ക്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുത്തു വിടണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഭയങ്കര എന്നുള്ള വാക്ക് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്തതിൻ്റെ മുന്നേ ആണ് കേട്ടോ ചെയ്യണത്. കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ മേലെ ഇട്ട് കൊടുക്കുക. സംഭവം റെഡി. ഇത് പിറ്റേ ദിവസത്തേക്കൊന്നും അങ്ങനെയൊന്നും ഇരിക്കില്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കണം. നമ്മൾ നോർമലി സോയാ ചങ്ക്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറില്ലേ, നല്ലൊരു അങ്ങനെയൊക്കെ പറയില്ലേ. ഇപ്പം ഇവിടെ അമ്മ നെല്ലിക്ക പെരട്ട അച്ചാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ഈ ഒരു സോയാ ചങ്ക്സ് ഞാൻ കേർഡ് റൈസിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കണത്. നല്ല ഉലർത്തിയ രീതിയിൽ നല്ല ഭംഗിയാണ്. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോണാണെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വാശി പിടിക്കുന്ന കുട്ടികൾ, നോണ് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന കുട്ടികളൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് പറ്റിച്ചോളൂ കേട്ടോ, വേഗം തന്നെ പറ്റിച്ചോളൂ. ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. പുതിനയില വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ എല്ലാ ഇലകളുടെയും ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഇല നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ മല്ലിയില ഇടണ്ട, പുതിനയിലയുടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇല ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരമായില്ലേ വർത്തമാനം പറയണു. അങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല.